The most important invention in the history of transport is wheel. Before the invention of wheel, sledges were pulled by animals or man. Then the earliest non-wheels were used in Mesopotamia now in Iraq, between 3500 to 3000. ഇപ്പൊ 3500-3000 ആ കാലഘട്ടത്തിലായിരുന്നു മെസപ്പൊട്ടോമിയയിൽ ചക്രം കണ്ടുപിടിച്ചത് അല്ലേ? ഇനി റോഡ് വേസ്. എന്താണ് റോഡ് വേസ്? നമുക്കറിയാം റോഡ് വേസ് പഠിക്കാണ്ട് എയർവേസ് ഉണ്ട്, റെയിൽവേസ് ഉണ്ട്, വാട്ടർ വേസ് ഉണ്ട് അല്ലെ? എന്താ റോഡ് വേസ് എന്ന് പറഞ്ഞാല്? റോഡ് വേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഏബലിന്റെ പേര് ബിനോയ് സെബാസ്റ്റ്യൻ എന്നാണോടാ? ഏബലെ പേര് മാറ്റിയ മോനെ, അടുത്ത ക്ലാസ്സിൽ മാറ്റിയാൽ മതി, കുഴപ്പമില്ല. ഓക്കെ, roadways എന്ന് നോക്കാം. As the use of wheeled vehicles spread, more and more roads were made. By 1500 BC, a network of roads had developed in China. On the widest roads, it was possible for 3 cars to travel side by side. During the next 1000 years, the Chinese developed the first set of traffic rules. The Romans and the Incas were also famous road builders. അപ്പൊ റോഡ് ചക്രം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഉടനെ എന്ത് വേണം? റോഡ് വേണം. ചക്രമുള്ള വണ്ടി റോഡിലൂടെ അല്ലാതെ പോവോ? ഇല്ല. അപ്പൊ ആഫ്റ്റർ ദി ഇൻവെൻഷൻ ഓഫ് റോഡ്, വീൽഡ് വെഹിക്കിൾസ് സ്പ്രെഡ് അക്രോസ് ദ വേൾഡ്. ലോകത്ത് മുഴുവൻ എന്തായി? ലോകത്ത് മുഴുവൻ റോഡ് നിർമ്മിക്കാൻ തുടങ്ങി. ചക്രം കണ്ടുപിടിച്ചു, അപ്പൊ ഇനി റോഡിന്റെ ആവശ്യം കൂടി വന്നു. More and more roads were made after the invention of road. By 1500 BC, a network of roads had developed in China. 1500 BC, ഏകദേശം 1500 BC ആയപ്പോൾ ചൈനയിൽ മുഴുവൻ എന്തായി? ചൈനയിലൊക്കെ റോഡ് വ്യാപകമായി വരാൻ തുടങ്ങി. റോഡ് നിർമ്മാണം വന്നു, റോഡ് ഉണ്ടാക്കാൻ തുടങ്ങി. ഇനി widest road, it was possible for 3 cars to travel side by side. അവ വൈഡസ്റ്റ്, നല്ല വീതിയുള്ള റോഡിലൂടെ ഏകദേശം 3 വാഹനങ്ങൾ വരെ പോകാൻ തുടങ്ങി അല്ലെ? 3 വാഹനങ്ങൾക്ക് വരെ പോകാൻ തുടങ്ങി. അങ്ങനെ എല്ലാ രാജ്യങ്ങളും മുഴുവൻ എന്തായി? റോഡ് നിർമ്മാണം ആഫ്റ്റർ ദി ഇൻവെൻഷൻ. അതൊക്കെ ചക്രം കണ്ടുപിടിച്ചതോടുകൂടി എല്ലാ രാജ്യക്കാരും റോഡ് നിർമ്മിക്കാൻ തുടങ്ങി അല്ലെ? അതോടെ നമുക്കറിയാം റോഡ് ഇപ്പൊ നിർമ്മിക്കാൻ തുടങ്ങി, വാഹനങ്ങൾ ഇഷ്ടം പോലെ ആയി. അപ്പൊ എന്തായി? പൊല്യൂഷനും കൂടാൻ തുടങ്ങി അല്ലെ? പുക. In the 19th century, the steam engine was invented, followed by the diesel engine. From 1908 onwards, road vehicles began to produce in large numbers. അതായത് 19ാം നൂറ്റാണ്ടോട് കൂടി സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചു. എന്താ സ്റ്റീം എഞ്ചിൻ എന്ന് പറഞ്ഞാല്? സ്റ്റീം എന്ന് പറഞ്ഞാൽ നീരാവി യന്ത്രം കണ്ടുപിടിച്ചു. മനസ്സിലായോ? സ്റ്റീം മീൻസ് നീരാവി. In the 19th century, the steam engine was invented, followed by diesel engine. From 1908 onwards, road vehicles began to produce in large numbers. അങ്ങനെ 19ാം നൂറ്റാണ്ടായപ്പോഴത്തേന് സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചു. സ്റ്റീം എഞ്ചിൻ ഇൻവെന്റഡ്, followed by the diesel engine. From 1908 onwards, road vehicles began to be produced in large numbers. അങ്ങനെ 1908 ഒക്കെ ആയപ്പോഴത്തേന് ഒരുപാട് വാഹനങ്ങൾ നിരത്തിലിറങ്ങാൻ തുടങ്ങി അല്ലെ? ഒരുപാട് റോഡുകളും അതുപോലെ ഒരുപാട് വാഹനങ്ങളും പോകാൻ തുടങ്ങി. എന്താ മോനെ മുഹമ്മദേ? പേജ് നമ്പർ 229. അതിൽ റോഡ് ആ പാഠം അവിടെ നിൽക്കട്ടെ. അപ്പം 8ാമത്തെ പാഠാണ് എടുക്കുന്നത്. ഓക്കെ, നോട്ട് ചെയ്ത മോനെ. In some countries, there are very broad roads called highways. Often the roads of one country are connected with the roads of another country. As you will see in your atlas, the Grand Trunk Road connects Kolkata in India to Peshawar in Pakistan. The Hindustan-Tibet Road connects India to China. Similarly, there are roads connecting India with other neighboring countries.
അങ്ങനെ റോഡ് എന്താ പറയാ, നമ്മുടെ ചക്രം കണ്ടുപിടിച്ചപ്പോൾ റോഡിന്റെ ആവശ്യം കൂടി വന്നു. എല്ലാ രാജ്യത്തിലുടനീളം റോഡ് നിർമ്മാണം തുടങ്ങി അല്ലെ. യെസ്. അങ്ങനെ ഇൻ സം കൺട്രീസ് ദർ ആർ വെരി ബ്രോഡ് റോഡ്സ് ആർ കോൾഡ് ഹൈവേസ്. അങ്ങനെ വലിയ ചില കൺട്രീസിലൊക്കെ ബ്രോഡ് റോഡ്സ് നിർമ്മാണം തുടങ്ങി. എന്താ ബ്രോഡ് റോഡ്സ് എന്ന് പറഞ്ഞാല്? വലിയ റോഡുകൾ അല്ലെ. ഹൈവേ കണ്ടിട്ടില്ലേ? അങ്ങനെ ബ്രോഡ് റോഡ്സ് ഞാൻ എന്ത് പറയാ? ഹൈവേസ് എന്ന് പറയാം. അതായത് നല്ല വീതിയുള്ള, നല്ല 3-4 വാഹനങ്ങൾക്കൊക്കെ പോകാൻ അത്ര മാത്രം വീതിയുള്ള റോഡിനെയാണ് നമ്മൾ ഹൈവേ എന്ന് പറയാം. അപ്പൊ ഈ റോഡ് നിർമ്മാണം തുടങ്ങി. റോഡ് ഏകദേശം ആയപ്പം പിന്നെ എല്ലാവർക്കും തോന്നിയത് ഹൈവേ വേണം. അതായത് കുറെ വാഹനങ്ങൾ ഒരുമിച്ച് പോകണം എന്നുള്ളത്. അങ്ങനെയല്ലേ മനുഷ്യന്മാര്? ഒന്ന് കിട്ടുമ്പോ 10 വേണം, 10 കിട്ടുമ്പോ 100 വേണം എന്നല്ലേ വിചാരിക്കാം. അതുപോലെ ഹൈവേസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഓഫൺ ദ റോഡ്സ് ഓഫ് കൺട്രി ആൻഡ് കണക്റ്റഡ് വിത്ത് ദ റോഡ്സ് ഓഫ് അനദർ കൺട്രി. ഒരു രാജ്യത്തിൽ നിന്ന് ഒരു രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള റോഡ് ഉണ്ടാകാൻ തുടങ്ങി. അതായത് ഇന്ത്യയും പാകിസ്ഥാനെയും കണക്ട് ചെയ്ത റോഡ്, ഇന്ത്യയും പിന്നെ ഓസ്ട്രേലിയ കണക്ട്, അങ്ങനെ പല 2-3 രാജ്യങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന റോഡ് നിർമ്മാണം പൂർത്തിയായി. As you will see in your atlas നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ത്? ഗ്രാൻഡ് ട്രങ്ക് റോഡ് കണക്ട്സ് കൊൽക്കത്ത ഇൻ ഇന്ത്യ ടു പേഷവാർ ഇൻ പാകിസ്ഥാൻ. അതായത് ഗ്രാൻഡ് ട്രങ്ക് റോഡ് ഏതിനെ കണക്ട് ചെയ്യുന്നത്? കൊൽക്കത്തയെയും പിന്നെ പേഷവാറും. കൊൽക്കത്തയും പേഷവാറും തമ്മിൽ കണക്ട് ചെയ്യുന്ന റോഡാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ഇന്ത്യയിലെ കൊൽക്കത്തയെയും പിന്നെ പാകിസ്ഥാനിലെ പേഷവാറും തമ്മിൽ കണക്ട് ചെയ്യുന്ന റോഡാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ഗ്രാൻഡ് ട്രങ്ക് റോഡ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റോഡ് ഇൻ അവർ കൺട്രി, ഇൻ അവർ വേൾഡ്. ദിസ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് കണക്ട്സ് കൊൽക്കത്ത ഇൻ ഇന്ത്യ ടു പേഷവാർ ഇൻ പാകിസ്ഥാൻ. പാകിസ്ഥാനെയും പിന്നെ ഇന്ത്യയും കണക്ട് ചെയ്യുന്ന റോഡ്. ഇത് ഹിന്ദുസ്ഥാൻ ടിബറ്റ് റോഡ്. വേറൊരു ഇമ്പോർട്ടന്റ് റോഡാണ് ഇത് ഹിന്ദുസ്ഥാൻ ടിബറ്റ് റോഡ്. കണക്ട്സ് ഇന്ത്യ ടു ചൈന. ഇന്ത്യയെയും ചൈനയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ് ഇത്. പറ, ഹിന്ദുസ്ഥാൻ ടിബറ്റ് റോഡ്. അപ്പൊ നമ്മൾ 2 മെയിനായ റോഡിനെ കുറിച്ച് പഠിച്ചു. ഒന്ന് ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ഗ്രാൻഡ് ട്രങ്ക് റോഡ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റോഡ് ഇൻ ദ വേൾഡ്. ഇറ്റ് കണക്ട്സ് കൊൽക്കത്ത ഇൻ ഇന്ത്യ ടു പേഷവാർ ഇൻ പാകിസ്ഥാൻ. പാകിസ്ഥാനിലെ പേഷവാറിനെയും ഇന്ത്യയിലെ കൊൽക്കത്തയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ് ഏത്? ഗ്രാൻഡ് ട്രങ്ക് റോഡ്. അടുത്തത് നമ്മൾ പറഞ്ഞു ഹിന്ദുസ്ഥാൻ ടിബറ്റ് റോഡ്. ഹിന്ദുസ്ഥാൻ ടിബറ്റ് റോഡ് ഏതിനൊക്കെ തമ്മിലാ? ചൈനയെയും ഇന്ത്യയെയും ബന്ധിപ്പിക്കുന്ന റോഡാണ്. There are roads connecting India with other neighboring countries. ഇതേപോലെ ഇന്ത്യയും ചൈനയും കണക്ട് ചെയ്ത പോലെ ഇന്ത്യയും മറ്റുള്ള രാജ്യങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരുപാട് റോഡ്സ് ഉണ്ട്. ഓക്കെ. In Europe, a long tunnel dug through the Alps connects Italy and France. Another tunnel dug under the sea connects England and France. In North America, the famous Alaska Highway runs from Alaska to the USA through Canada. എന്താ മക്കളെ ടണൽ എന്ന് പറഞ്ഞാല്? എന്താ ആദിത്യ ടണൽ എന്ന് പറഞ്ഞാല്? എന്താ ടണൽ എന്ന് പറഞ്ഞാല്? ആദിത്യ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത മോനെ. അൺമ്യൂട്ട് ചെയ്യടാ. ഇതല്ലേ മിസ് ഓപ്ഷൻ തന്നല്ലോ അൺമ്യൂട്ട് ചെയ്യാനല്ലേ? ടണൽ എന്ന് പറഞ്ഞാ എന്താ? മണ്ണിന്റെ അടിയിലുള്ള തുരങ്കം അല്ലെ? തുരങ്കത്തിനെയാണ് നമ്മൾ ടണൽ എന്ന് പറയാം. അൺമ്യൂട്ട് ചെയ്ത മോനെ. Okay. In Europe, a long tunnel dug through Alps connects Italy and France. യൂറോപ്പിൽ എന്ത് ചെയ്തു? ഇറ്റലിയെയും ഫ്രാൻസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു തുരങ്കം. അനദർ ടണൽ, മറ്റൊരു ടണൽ എവിടെ ഉണ്ടാക്കി? അണ്ടർ ദ സീ, കടലിനടിയിൽ തുരങ്കം ഉണ്ടാക്കി. ഏതിനെ കണക്ട് ചെയ്യുന്നത്? ഇംഗ്ലണ്ട് ആൻഡ് ഫ്രാൻസ്. ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും കണക്ട് ചെയ്യുന്ന ഒരു ടണല് കടലിനടിയിലൂടെ പോകാൻ ഉണ്ടാക്കി. ഇനി നോർത്ത് അമേരിക്ക, the famous Alaska Highway runs from Alaska to the USA. അത് കാനഡയിലൂടെ പോകുന്ന ഒരു ടണൽ. അതേതാണ്? ഒരു ഹൈവേ, അലാസ്ക ഹൈവേ runs from Alaska to USA. അലാസ്കയും യുഎസ്എയും കണക്ട് ചെയ്യുന്ന ഒരു അലാസ്ക ഹൈവേ എവിടെ ഉണ്ടായി? നോർത്ത് അമേരിക്കയിൽ. കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഏരിയ മനസ്സിലാകാൻ. ശ്രദ്ധിക്കുക, ക്ലാസ് നന്നായി ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞു ഇൻ യൂറോപ്പ് എ ലോങ് ടണൽ ഡഗ് ത്രൂ ദ ആൽപ്സ് കണക്ട് ഇറ്റലി ആൻഡ് ഫ്രാൻസ്. ടണൽ എന്ന് പറഞ്ഞ തുരങ്കം എന്നാണ്.
Another tunnel dug under the sea connects England and France. ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു തുരങ്കം കടലിനടിയിലൂടെ നിർമ്മിച്ചു. പിന്നെ നോർത്ത് അമേരിക്കയിലെ അലാസ്ക ഹൈവേ പോകുന്നുണ്ട്. അലാസ്ക ഹൈവേ റൺസ് ഫ്രം അലാസ്ക ടു USA ത്രൂ കാനഡ. കാനഡയിലൂടെ അലാസ്ക USA റോഡ് പോകുന്നുണ്ട്. അലാസ്ക USA റോഡ് കാനഡയിലൂടെ കടന്നു പോകുന്നു. ഓക്കെ ഓക്കെ. Next paragraph. Roads have helped to make travel fast and smooth. However, increased traffic has also caused more smoke and dust. The number of people killed in road accidents every year is increasing. People all over the world have become aware of these problems, and now there are stricter rules for safe driving and pollution control. നമുക്കറിയാം റോഡ് ഇഷ്ടം പോലെ വരാൻ തുടങ്ങി. രാജ്യത്തുടനീളം റോഡ് വന്നു. റോഡ് വരുമ്പോ എന്തൊക്കെ സംഭവിച്ചു? എന്താ, റോഡ് ഒരുപാട് ആയി കഴിയുമ്പോൾ വാഹനങ്ങൾ ഒരുപാട് ഇറങ്ങും അല്ലെ? അപ്പൊ നമുക്കറിയാം വാഹനങ്ങൾ ഇല്ലാത്ത വീടുകളില്ല. എല്ലാ വീട്ടിലും ഒരു 2 വീലറെങ്കിലും ഉണ്ട്, ഇല്ലേ? ഉണ്ട്. ഒരു 2 വീലറെങ്കിലും, അറ്റ്ലീസ്റ്റ് ഒരു 2 വീലറെങ്കിലും ഇല്ലാത്ത വീട് ഇപ്പൊ കുറവാണ്. ഇനി ഇങ്ങനെ വാഹനങ്ങൾ കൂടുമ്പോ റോഡ് ആക്സിഡന്റ് കൂടി അല്ലെ? റോഡ് ആക്സിഡന്റ് കൂടും. അതുപോലെ പൊല്യൂഷനും കൂടാൻ തുടങ്ങി അല്ലെ? എന്ത് പൊല്യൂഷനാ? എയർ പൊല്യൂഷൻ. വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുക നമ്മൾ ശ്വസിക്കുന്നു. നമുക്ക് ഒരുപാട് മാരക അസുഖങ്ങൾ വരുന്നു, മാരകമായ രോഗങ്ങൾക്ക് കാരണമാകുന്നു അല്ലെ? പുക, വാഹനങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന പുക നമുക്ക് പല ശ്വാസകോശ രോഗങ്ങൾക്ക്, ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങള് സംഭവിക്കാൻ ഇടയാവുന്നു. അതുപോലെ റോഡ് ആക്സിഡന്റിലൂടെ ഒരുപാട് ആൾക്കാർ മരണപ്പെടുന്നു. ഒരുപാട് ആൾക്കാർക്ക് അംഗവൈകല്യം, എന്താ പറയാ, നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളും നഷ്ടപ്പെടും. അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ കഴിയുന്നുണ്ട് അല്ലെ? പിന്നെന്താ പറഞ്ഞത്? ഇങ്ങനെ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഒരുപാട് ട്രാഫിക് റൂൾസും പിന്നെ സ്ട്രിക്റ്റർ റൂൾസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് എന്താ പറയാ, ലൈസൻസ് ഇല്ലാതെ വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ല. ടൂ വീലർ ഡ്രൈവിംഗിൽ എന്ത് വേണം? ഹെൽമെറ്റ് വേണം അല്ലെ? പിന്നെ 4 വീലർ ആണെങ്കിൽ സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം അല്ലെ? ഇങ്ങനെ കുറെ സ്ട്രിക്റ്റ് റൂൾസ് ഒക്കെ കൊണ്ടുവന്നു. എന്നാലും എന്താണ് ഒരുപാട് ആക്സിഡന്റ് ഒരുപാട് സംഭവിക്കുന്നുണ്ട്. അപ്പൊ മനസ്സിലായോ? റോഡ് ഇല്ലാതെ റോഡ് വന്നു. അപ്പൊ ചക്രത്തിന്റെ ഇൻവെൻഷനോട് കൂടി റോഡുകളുടെ എണ്ണം കൂടി വന്നു. റോഡുകളുടെ എണ്ണം കൂടുമ്പോൾ വാഹനങ്ങളുടെ എണ്ണം വീണ്ടും കൂടി. വാഹനങ്ങൾ ഒരുപാട് കൂടുമ്പോൾ എന്തൊക്കെ ദോഷങ്ങൾ നമുക്ക് സംഭവിച്ചു? പൊല്യൂഷൻ കൂടി. പിന്നെ റോഡ് ആക്സിഡന്റിന്റെ എണ്ണം കൂടി. ഇങ്ങനെ റോഡ് ആക്സിഡന്റും പൊല്യൂഷന്റെ ഒക്കെ പൊല്യൂഷനും റോഡ് ആക്സിഡന്റ് ഒക്കെ നമ്പർ കുറയ്ക്കാൻ വേണ്ടി ഒരുപാട് സ്ട്രിക്റ്റ് റൂൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ലൈസൻസ്, ടൂ വീലർ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റ്, പിന്നെ വാഹന പുക പരിശോധനയൊക്കെ ഉണ്ട് അല്ലെ? എന്നാലും ഒരുപാട് റോഡ് ആക്സിഡന്റും പൊല്യൂഷനൊക്കെ ഒരുപാട് കൂടി വരികയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, റെയിൽവേസ്. ഇപ്പൊ റോഡ് വേസ് മനസ്സിലായോ? റോഡ് ഗതാഗതം മനസ്സിലായി. അടുത്തത് റെയിൽവേസ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. എല്ലാം പെട്ടെന്ന് മിസ് ഒന്ന് വായിച്ചു പോകാം. ഒക്കെ അറിയുന്ന കാര്യമാണ്. നെക്സ്റ്റ് വൺ, റെയിൽവേസ്. Railways have developed over 3 centuries. In the 17th century, wooden rails were used in mines to guide carts. Iron replaced the wooden rails in the 18th century. എന്താ റെയിൽവേസ് നമുക്കറിയാം. ട്രെയിനിൽ യാത്ര ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ട്രെയിനിൽ യാത്ര ചെയ്യാത്ത ആരല്ലേ? ആരുമില്ല. സായി പോയിട്ടില്ല ട്രെയിനില്? അച്ഛനോട് പറയണേ, കൊറോണ ഒക്കെ മാറുമ്പോ ഒന്ന് കണ്ണൂർ വരെയെങ്കിലും കൊണ്ടുപോകാൻ മിസ് പറഞ്ഞു എന്ന് പറയണം കേട്ടോ. ആദിത്യം പോയിട്ടില്ല? അച്ഛൻ നാട്ടിലുണ്ടോ? അച്ഛൻ നാട്ടിൽ വന്നോ? ഇല്ല. അച്ഛൻ നാട്ടിൽ വരുമ്പോ അച്ഛനോട് പറയണം, എന്നെ കണ്ണൂർ വരെയെങ്കിലും ട്രെയിനിൽ കൊണ്ടുപോകാൻ സോഷ്യലിന്റെ മിസ് പറഞ്ഞു എന്ന് പറയണം കേട്ടോ. പിന്നെ ആരായിരുന്നു? റുവൈസും പറയണേ. ഉപ്പാനോട് പറയണം, എനിക്ക് ട്രെയിനിൽ യാത്ര ചെയ്യണം. അതുലും എല്ലാവരും പറയാം, അറ്റ്ലീസ്റ്റ് ഒന്ന് കണ്ണൂർ വരെയെങ്കിലും ട്രെയിനിൽ യാത്ര ചെയ്യിക്കാൻ പറയണം കേട്ടോ. ഓക്കെ, ഇപ്പൊ അല്ല, കൊറോണയൊക്കെ മാറി, കൊറോണയുടെ ഈ തീവ്രത ഒക്കെ മാറുമ്പോ നമുക്ക് ട്രെയിനിൽ പോകാം. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇപ്പൊ റെയിൽവേ എന്ന് പറഞ്ഞത്, റെയിൽവേ ഹാവ് ഡെവലപ്ഡ് ഓവർ 3 centuries. 3 സെഞ്ചുറി ആയിട്ടുള്ള റെയിൽവേ വന്നിട്ട് അല്ലെ?
In the 17th century, wooden rails were used in mines to guide carts. എന്താ ആദ്യമൊക്കെ എന്താ ഉണ്ടായിരുന്നത്? wooden railways ആണ്. wooden means മരത്തിൻ്റെത്. അതിനുശേഷം ഇപ്പൊ എന്തായി? ഇപ്പാണ് അയൺ ആയത്. അയൺ ആയത് 18th സെഞ്ചുറിയിലാണ്. അതായത് 17ാം നൂറ്റാണ്ടിലൊക്കെ നമ്മൾ ഉപയോഗിച്ചത് വൂഡൻ റെയിൽസ് ആണ്. റെയിൽവേയുടെ ട്രാക്ക് എന്ന് പറയുന്നത് വൂഡൻ ആണ്, മരം കൊണ്ട് ഉണ്ടാക്കിയതാണ്. 18ാം നൂറ്റാണ്ടിലാണ് ഏത് അയണിന്റെ റെയിൽസ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഓക്കെ. Next one, early trains were pulled by horses. With the invention of the steam engine, trains became stronger, longer and faster. Very few trains are now pulled by steam engines. Most trains are pulled by electric or diesel engines. ആദ്യ കാലങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു? ആദ്യ കാലങ്ങളിലൊക്കെ ട്രെയിൻ ഓടിക്കായിരുന്നില്ല. എന്താ? പുൾഡ് ബൈ ഹോഴ്സസ്. ഹോഴ്സ് ആയിരുന്നു ട്രെയിൻ വലിച്ചുകൊണ്ട് വരുന്നത്. അതേ നമ്മൾ പറഞ്ഞു അല്ലെ, എന്തായിരുന്നു? മൃഗങ്ങളെ കൊണ്ടായിരുന്നു വാഹനങ്ങളൊക്കെ വലിപ്പിച്ചിരുന്നത് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ. അതുപോലെ ട്രെയിൻ ഒക്കെ ആദ്യം വലിച്ചുകൊണ്ടിരുന്നത് ആരായിരുന്നു? ഹോഴ്സ് ആയിരുന്നു. വിത്ത് ദ ഇൻവെൻഷൻ ഓഫ് ദ സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചതോടുകൂടി ട്രെയിൻസിനൊക്കെ മൊത്തം മാറി. എന്തായി? സ്ട്രോങ് ആയി, അതുപോലെ ലോങ്ങർ ആയി, ഫാസ്റ്റർ ആയി. അപ്പൊ സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചതോടുകൂടി ഒരുപാട് ലോങ് ആയത് നമ്മുടെ ട്രെയിനിന്റെ നീളം കൂട്ടി, അതുപോലെ വേഗത്തിൽ സ്പീഡ് കൂടി, പിന്നെ ശക്തി കൂടി. ആദ്യമൊക്കെ മരത്തിന്റെ ആയിരുന്നില്ലേ? ഇപ്പൊ നമ്മുടെ അയണിന്റെ അത്രയും ശക്തി എന്തായാലും ഇതിന് വരില്ല. കൂടേണ്ടതിന് വരുവോ? ഇല്ലല്ലോ, ഇല്ല. അപ്പൊ ആഫ്റ്റർ ദി ഇൻവെൻഷൻ ഓഫ് സ്റ്റീം എഞ്ചിൻ trains became stronger, faster and longer. Very few trains are now pulled by steam engine. ഇപ്പൊ കുറച്ച് ട്രെയിൻസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? സ്റ്റീം എഞ്ചിൻ വലിക്കുന്നുള്ളൂ. സ്റ്റീം എഞ്ചിൻ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇപ്പൊ എന്താണ്? എല്ലാം ഇലക്ട്രിക് എഞ്ചിൻ ആണ് അല്ലെ? ഇലക്ട്രിക് എഞ്ചിൻ അല്ലേ? ഇലക്ട്രിക് എഞ്ചിൻ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻസ് ആണ്. അപ്പൊ ഈ ട്രെയിൻ ഓടിക്കുന്ന ആളെ, ട്രെയിനിന്റെ ഡ്രൈവറെ നമ്മൾ എന്താ പറയാ? ട്രെയിനിന്റെ ഡ്രൈവർ എന്താ പറയാ? ട്രെയിൻ ഓടിക്കുന്ന ആൾ എന്താ പറയാ? കോ പൈലറ്റ്. എന്താ പറയാ? കോ പൈലറ്റ് ആണോ? കോ പൈലറ്റ് എന്നാണോ? അല്ല എഞ്ചിൻ ഡ്രൈവർ എന്നാണോ? എന്താ പറയാ? ഇപ്പൊ നാളത്തേക്കുള്ള ഒരു ഹോംവർക്ക് നിങ്ങൾ കണ്ടുപിടിക്ക. ട്രെയിനിന്റെ ഡ്രൈവറെ നമ്മൾ എന്താണ് പേര് പറയാ? എന്താ പറയാ ഗ്രേസ്? കോ പൈലറ്റ് എന്നാണോ? എഞ്ചിൻ ഡ്രൈവർ എന്നാണോ? അല്ല പൈലറ്റ് എന്നാണോ? ഡ്രൈവർ എന്നാണോ? എന്താ പറയാ? മ്യൂട്ട് ചെയ്തരാം, മിസ് ചെയ്തരാം. ഗ്രേസേ പറഞ്ഞോ, അൺമ്യൂട്ട് ചെയ്ത മോളെ. എന്താ പറയാ? ഇല്ല, ആയില്ല. ഓക്കെ, ഇപ്പൊ ആയില്ലേ? എന്താ പറയാ എഞ്ചിന്റെ ഡ്രൈവർ? അറിഞ്ഞൂടാ. അപ്പൊ നാളത്തേക്ക് നോക്കണേ. എന്താ നോക്ക്, എന്താണ്? പൈലറ്റ് നല്ലെന്നറിയാം. പൈലറ്റ് നല്ലതറിയാം. ഓക്കെ, അപ്പൊ കോ പൈലറ്റ് ആണോ എഞ്ചിൻ ഡ്രൈവർ ആണോ നോക്ക്. ഓക്കെ, അപ്പൊ ഏർലി ട്രെയിൻസ് നമ്മൾ പറഞ്ഞു ആദ്യ കാലങ്ങളില്. എന്താ മോനെ ആദിത്യ? ട്രെയിനിന്റെ ഡ്രൈവറുടെ ഇത് ലോക്കോ പൈലറ്റ്. ലോക്കോ പൈലറ്റ്. ഓക്കെ, ലോക്കോ പൈലറ്റ് എന്നാണ് നമ്മുടെ ആദിത്യം പറയുന്നത്. ശരിയാണോ? ആണോന്ന് ബാക്കിയുള്ളവർ നാളെ നോക്കിയിട്ട് പറയൂട്ടോ ആദിത്യ. എന്തായാലും പൈലറ്റ് അല്ല എന്ന് നമ്മുടെ ഗ്രേസ് പറഞ്ഞു. ഗ്രേസ് പറഞ്ഞു പൈലറ്റ് നല്ലതാണ്. ലോക്കോ പൈലറ്റ് എന്നാണോ? ഓക്കെ ആദിത്യ, നമുക്ക് നാളെ രാവിലെ ഇവരോട് ചോദിക്കാം. ഇവർക്കൊക്കെ അറിയോ നോക്കട്ടെ, കിട്ടുമോ നോക്കട്ടെ ആൻസർ. ആദ്യത്തിന് അമ്മ പറഞ്ഞു തന്നല്ലേ ഇപ്പൊ അവിടുന്ന്? അല്ല. ഓക്കെ. Then most countries in the world today have railway networks. Trains can carry more people and more goods over long distance. Some of the fastest trains are in Japan, France and Germany. They travel at a speed of more than 400 km/h. നമുക്കറിയാം ആദ്യമൊക്കെ വൂഡന്റെ റെയിൽസ് ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു.
അതായത് റെയിൽവേ ട്രാക്ക് വൂഡന്റേതായിരുന്നു. അപ്പൊ നമുക്ക് ഒരുപാട് ദൂരമൊന്നും പോകാൻ പറ്റില്ല അല്ലെ. പക്ഷെ 18ാം നൂറ്റാണ്ട് ആഫ്റ്റർ 18th century iron rails were used. അയൺ റെയിൽസ് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ കൂടുതൽ കൺട്രീസിലും എന്താണ് ലോങ് ഡിസ്റ്റൻസ് ഉണ്ട്, ലോങ് ഡിസ്റ്റൻസ് ട്രെയിൻസ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ ട്രെയിനില് ആൾക്കാരെ ആയാലും സാധനങ്ങളെ ആയാലും ഒരുപാട് ദൂരത്തേക്ക് കൊണ്ടുപോകാൻ നമുക്ക് ഇപ്പൊ പറ്റും അല്ലെ. ഇനി some of the fastest trains are in Japan, France and Germany. ഫാസ്റ്റസ്റ്റ് ട്രെയിൻസ് ഏതിലൂടെയൊക്കെ പോകുന്നുണ്ട്? ജപ്പാനിലുണ്ട്. ജപ്പാനിലും ജർമ്മനിയിലും ഫ്രാൻസിലൊക്കെ ഫാസ്റ്റസ്റ്റ് ട്രെയിൻ ഓടുന്നുണ്ട്. അത് ഏകദേശം 400 കിലോമീറ്റർ വേഗതയിൽ, ഒരു മണിക്കൂറിൽ 400 കിലോമീറ്റർ വേഗതയിലാണ് ഈ ഫാസ്റ്റസ്റ്റ് ട്രെയിൻ സഞ്ചരിക്കുക. മനസ്സിലായോ? ഫാസ്റ്റസ്റ്റ് ട്രെയിൻ were used in different countries such as Japan, France and Germany. Okay, these trains were travel in 400 kilometer per hour. ഒരു മണിക്കൂറിൽ 400 കിലോമീറ്റർ വേഗതയിലാണ് ഈ ട്രെയിൻ ഒക്കെ സഞ്ചരിക്കുക, ഈ ഫാസ്റ്റസ്റ്റ് ട്രെയിൻ. അടുത്തത് the longest railway line in the world is Trans-Siberian Railway connecting St. Petersburg in European Russia with വായിക്കേ Vladivostok in Asian Russia. The journey from one end to the another takes 9 days and covers about 10,000 kilometers. In Europe, the Grand Orient Express connecting Paris with Istanbul passes through many countries. ഒന്നും കൂടെ മിസ് പറയാം, മിസ് ഒന്നാമത് തൊണ്ടവേദനയാണ്, ഒച്ചക്ക് മാറ്റൂലേ. നമ്മൾ ഇത്രയും കാര്യമാണ് പറഞ്ഞത്. ഒന്ന് റോഡ് വേസില് നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ്, ഇൻവെൻഷൻ. ആഫ്റ്റർ ദി ഇൻവെൻഷൻ ഓഫ് വീൽ മെനി റോഡ്സ് വർ ബിൽഡ് അല്ലെ, മെനി റോഡ്സ് ബിൽഡ് ഇൻ അവർ കൺട്രി ഓർ ഇൻ ദ വേൾഡ്. ദെൻ അതിൽ 2 ഇമ്പോർട്ടന്റ് റോഡ്സ് പറഞ്ഞു, ഗ്രാൻഡ് ട്രങ്ക് റോഡ്, പിന്നെ ഹിന്ദുസ്ഥാൻ ടിബറ്റ് റോഡ്. ഗ്രാൻഡ് ട്രങ്ക് റോഡ് കണക്ട് ഇന്ത്യ ടു പാകിസ്ഥാൻ അല്ലെ, പിന്നെ ഹിന്ദുസ്ഥാൻ ടിബറ്റ് റോഡ് കണക്ട് ചൈന ടു ഇന്ത്യ. പിന്നെ ആദ്യം ചെറിയ റോഡായിരുന്നു, പിന്നെ അതിനുശേഷം ഹൈവേസ് പണിതു, ഹൈവേസ് വന്നു. ഇങ്ങനെ റോഡ്സും ഒരുപാട് വാഹനങ്ങളൊക്കെ പുറത്തിറങ്ങാൻ തുടങ്ങിയപ്പം ഒരുപാട് റോഡ് ആക്സിഡന്റ് വർദ്ധിച്ചു. പിന്നെ പൊല്യൂഷൻ അല്ലെ, എയർ പൊല്യൂഷന് കാരണമായി. ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരുപാട് ഫെസിലിറ്റീസ് നമുക്കുണ്ട്. അതായത് ലൈസൻസ്, പിന്നെ ഹെൽമെറ്റിന്റെ കാര്യത്തില്, അതുപോലെ സീറ്റ് ബെൽറ്റ്, പിന്നെ നമ്മുടെ സ്മോക്കിന്റെ പുകപരിശോധനാ കേന്ദ്രങ്ങളൊക്കെ ഒരുപാടുണ്ട്. എങ്കിലും എന്താണ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആക്സിഡന്റ് കേസ് ഡേ ബൈ ഡേ കൂടുകയാണ്. ഓക്കെ, അതുപോലെ എയർ പൊല്യൂഷൻ ഒരുപാട് അസുഖങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ശ്വാസകോശ സംബന്ധമായ ഒരുപാട് അസുഖങ്ങൾക്കും എയർ പൊല്യൂഷൻ കാരണമാകുന്നു. ഓക്കെ, ആരോ ഒന്ന് വായിക്കാം ടെക്സ്റ്റ്. ആദിത്യ ചിത്ര വായിച്ച മോനെ. Unmute. Conquering distances. The most important invention in the history of transport has been the wheel. From this sledges before this sledges pulled by man or animal were in use. The earliest known wheels are used in most Mesopotamia, now Iraq between 3,500 minus 2 എന്നാണ് അർത്ഥം. ആ മൈനസ് അല്ല, 2 എന്നാണ്. അത് 3500 മുതൽ 3000 BC വരെ. 3500 to 3000 BC. BC there were probably fixed to their axle.
The spoken wheel as Spoken invented in Southeast Asia Southwest Asia. much later, about 2000 BC. Roadways, as the use of the wheeled vehicle spread and more road were made by 115 BC. A network of roads had developed in China. On the westist roads, it was possible for 3 cars to travel side by side. During the next 1,000 years of Chinese developed the first set of traffic routes. The Romans and the Incans were also famous road builders in the 19th century. Of steam engine was invented, followed by the diesel engine from. Okay, stop there. Grace. ആദ്യത്തെ മ്യൂട്ട് ചെയ്ത മോനെ Grace. Next one. From 1908 onwards, vehicles began to be produced in large number in some countries. There are very broad roads called highways. Often the roads of one country and connected with the road of other country. As you will see in your atlas, the Grand Trunk Road connects Kolkata in India to Peshawar in Pakistan. The Hindustan-Tibet Road connected India to China. Similarly, there are roads connecting India with other neighboring countries. In Europe, a long tunnel dug through the Alps connects Italy and France. Other tunnel dug under the sea connected England and France. In North America, the famous Alaska highways run from Alaska to USA through Canada. Roads have helped to make travel fast and smooth. However, increased traffic and has also caused more smoke and dust. The number of people killed in road accident every year. Okay, Grace. Muhammad K. People all over the world have become aware of these problems, and now there are stricter rules for safe driving and pollution control. Railways have developed over the 3 centuries. In the 17th century, wooden rails were used in mains to build carts. Iron replaced the wooden
rails in the 18th century. Okay, please stop Early there. trains were Please, pulled by horses with please stop there. Next one, Edwin. Early trains were pulled by horse. With the invention of the system engine, trains became stronger, longer, and faster. Very few trains are now pulled by steam engines. Most trains are pulled by electric or diesel engines. Most അത്രയും മതി. അതിന്റെ ഇനി ആദ്യം തൊട്ടെ അവിടെ വരെ അല്ലേ എടുത്തുള്ളൂ. ബാക്കി ഫസ്റ്റ് മുതൽ. The most important invention. The most important invention in the history of transport has been the wheel. Before these sledges pulled by man or animals were used, the earliest known wheels were used in Used in Mesopotamia. Mesopotamia, now between 3,500 to 3,000 BC. There were probably fixed to the cell. The cocked wheel has invented in Southwest Asia much later, about 2000 BC. Okay. Lakshmi Priya, please stop there, mone. Lakshmi Priya. roadways. As the use of wheeled vehicles spread, more and more roads were made. By 1500 BC, a network of roads had developed in China. On the widest roads, it was possible for 3 cars to travel side by side. During the next 1,000 years, the Chinese developed the first set of traffic rules. The Romans and the Incas were also famous road builders. In the 19th century, the steam engine was invented, followed by the diesel engine. From 1908 onwards, road vehicles began to be produced in large numbers. In some countries, there are very broad roads called highways. Muhammad, mute ചെയ്തേ മുഹമ്മദേ. Of one country are connected with the roads of another country. Okay, please stop there, mole. Please stop there. Next one, Hannah Ross. As you will see in your atlas, the Grand Trunk Road connects Kolkata in India to Peshawar in Pakistan. The Hindustan-Tibet Road connects India to China. Similarly, there are roads connecting India with the other neighboring countries. In Europe, a long tunnel duct through the Alps connects Italy and France. Another tunnel duct under the sea connects England and France. In North America, the famous Alaska Highway runs from Alaska to the USA through Canada. Roads have helped to make travel fast and smooth. However, increased traffic has also ക്ലാസ് ചിലപ്പോൾ കട്ടായി പോവും. ടൈം കഴിയുമ്പോൾ കട്ടായി പോവേ. Number of people killed in road accidents every year is increasing. People all over the world have become aware of these problems, and now there are stricter rules for safe driving and pollution control. Railways have developed over 3 centuries. In the 17th century, wooden rails were used in mines to guide carts. Iron replaced the wooden rails in the 19th century. Early trains were pulled by horse. With the invention of the steam engine, trains become stronger, longer, and faster. Very few
trains are now pulled by steam engines. Most trains are pulled by electric or diesel engines. Most countries in the world today have railway networks. Trains can carry more people and more goods over long distance. Some of the fastest trains in Japan, France, and Germany, they travel at a speed of more than 400 km per hour. The longest railway line in the world is the Trans-Siberian Railway connecting. Okay, please stop there, Hannah. Next one, Shisa. Shisa Fatima. Unmute ചെയ്തേ മോളെ. The most important invention in the history of transport has been the wheel. Before this, saddles pulled by man or animals were in use. The canoe whale were Canoe എന്നല്ല, no used എന്നല്ലേ? in വായിക്കേ. canoe whale were used in മെസപ്പൊട്ടോമിയ. Mesopotamia Now 350 3,500. yeah, അതുലെ ജോസി 3000 BC എന്താ they ഇത്ര ക്ഷീണം were ജോസിക്ക്? fixed to try access the pocket whale as invention in Southwest Asia much later, about 2000 BC. Okay, മക്കളെ നമ്മുടെ ടൈം കഴിഞ്ഞു. Okay, bye bye, see you in the next class.